ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സമ്മർ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയുടെ മകൻ്റെ ചിത്രമായിട്ടുള്ള കുമ്മാട്ടിക്കളിയും ചിത്രത്തെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒരുപാട് തവണ ചിത്രം കാണണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. കാരണം ഇതിന് ടീസറാണ്, ട്രെയിലർ ഔട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ അടുത്താണ് നമ്മുടെ പ്രൈം വീഡിയോയിൽ ചിത്രം റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കളിയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു അൽക്കുലത്ത് പടം അല്ലെങ്കിൽ ഒരു നാടകം എന്നൊക്കെ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. മാധവ് സുരേഷാണ് ഇത് പ്രധാനപ്പെട്ട കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ലെന മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നുണ്ട്. ഇവരെ കൂടെ നമ്മുടെ സലാറിൽ നമ്മുടെ പ്രഭാസിനെ കുറിച്ച് തള്ളും ചേട്ടനല്ലേ, പ്രഭാസിനെ കുറിച്ച് പറയുന്ന ഒരു ചേട്ടനല്ലേ, ഒരു ഡ്രൈവറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ബിൽഡപ്പ് കൊടുത്തിട്ടുള്ള അദ്ദേഹം ഇതിൽ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നായാട്ടിൽ വില്ലനായിട്ട് വന്നിട്ടുള്ള ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ തലവനിലൊക്കെ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്കെൽറ്റുള്ള ചേട്ടനല്ലേ, അപ്പോൾ അദ്ദേഹമൊക്കെ ഈ പടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പരിചയമുള്ള മുഖങ്ങളും ബാക്കിയൊക്കെ ന്യൂ ഫേസ് തന്നെയാണ്. കാരണം ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. കാരണം എല്ലാവരും തനിക്ക് കൊടുത്ത റോൾ അത്രയും മനോഹരമായി കുളമാക്കി തന്നിട്ടുള്ള അവസ്ഥ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു ആർട്ടിഫിഷ്യലായിട്ട് നടത്തുന്ന ഒരു രംഗങ്ങൾ, കാരണം ഒരു നാടകീയത തന്നെയാണ് ഓരോ കഥാപാത്രത്തിനും കൊടുത്തിട്ടുള്ളത്. കാരണം അത്രയേറെ എന്തൊക്കെ പറയുമ്പോൾ പഴയകാല ഡയലോഗും പണ്ടത്തെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തൊട്ട് എന്താ പറയുക, അങ്ങനെ തൊട്ട് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ കുമ്മാട്ടികളെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, കുമ്മാട്ടി എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട്. അപ്പോൾ കുമ്മാട്ടി വേഷം കിട്ടുന്ന ഒരു 5 ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു ടീമംഗൾ സുഹൃത്തുക്കളൊക്കെയാണ്. അവർക്ക് അച്ഛനമ്മമാരും ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള അനാഥരാണ്. അങ്ങനെ ഇരിക്കുക ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ലെന ഒരു കടപ്പുറത്തുള്ള അവിടുത്തെ എന്ത് സംഭവങ്ങളൊക്കെ എടുത്ത് അത് പിന്നീട് അതിലോട്ട് വരുന്നിട്ടുള്ളത്. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കെട്ട് തിന്നുന്ന അങ്ങനെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ അവരെ ഏറ്റെടുത്തുന്നു. അങ്ങനെ 5 മക്കളും അങ്ങനെ നടക്കുന്നുണ്ട്. എന്താ പറയുക, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുള്ള പാറ്റേൺ തന്നെയാണ്. കാരണം ഇതിൻ്റെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ കോപ്പി അടിച്ചെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത തരത്തിലാണ് ആ ഒരു കോപ്പി അടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഫോട്ടോസ്റ്റാറ്റ് വെച്ച് തന്നെ അടിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ കഥ. കാരണം നമ്മൾ പല പടത്തിലും കണ്ട് അനാഥരായി വളർന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ അവസാനം ഇറങ്ങിയിട്ടുള്ള മുറ പോലും അതിലോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാർ ജീവിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ നേരിടുന്നു. അതുപോലെ തന്നെ കുറേ മാസം കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. മാധവ് സുരേഷിനെ കുറിച്ച് പറയുമ്പോൾ തനിക്ക് ഒട്ടും ആപ്റ്റ് ആവാത്ത ഒരു കഥാപാത്രം തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. മാസോ ക്ലാസ്സോ ഒന്നും തന്നെയില്ല, എടുത്ത് കുളമാക്കി വെച്ചിട്ട്. കാരണം ഒരു പക്ഷേ കഥാപാത്രത്തിൻ്റെ അങ്ങനെയായിരിക്കും കഥാപാത്രം എഴുതി വെച്ചിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തികേടാക്കി വെച്ചിരുന്നാണ് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളത്. അവർ മാത്രമല്ല ഓരോ വ്യക്തികളും ലെന പോലും സ്ഥിരമായി കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേണും മാസും ഡയലോഗ് പിടിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. അവരെക്കുറിച്ചൊരു പഴയ കാല ഒരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ മേജർ രവിയാണം പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ ഒരു കാലത്ത് അവരങ്ങനെയായിരുന്നു, പോലീസിനെ കിടുകട വെറുപ്പിച്ചു, പോലീസിന് പോലും ചെയ്യാത്ത സ്ഥലത്ത് എത്തിപ്പെട്ടു. അന്ന് കോടതി പോലും അവർക്ക് മുന്നിൽ എന്താ വിധി പറയാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു കോടതി ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് കോടതിയാണ് അതൊക്കെ, അങ്ങനെ കുറേ തള്ളുന്ന ഭാഗമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, മട്ടികൾ എന്താ പറയുക, ഒരു നാടകം നിറഞ്ഞിട്ടുള്ള അവസ്ഥ തന്നെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കമൻസുകളൊക്കെ വന്നിരുന്നു നമ്മുടെ ഇതിൽ നായകനെ കുറിച്ചിട്ടുള്ളത്. കാരണം നായകൻ മാസമാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഈ പടത്തെക്കുറിച്ചല്ല, ആളുടെ പെരുമാറ്റം അച്ഛനും ചേട്ടനും പോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു പടം ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഇറങ്ങിയെന്നൊക്കെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിൻ്റെ നല്ലതായിട്ടുള്ള ഒരു സീരീസ് തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള എന്നതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യേണ്ടതെന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ തള്ളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ പ്രകടനം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞ ചിത്രം നിങ്ങൾ കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.